ഹമാസിനിപ്പോൾ എന്താ പറ്റിയത് എന്ന് വെറുതെ ആലോചിക്കുകയാണ്. കാരണം ഇടയ്ക്ക് ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹമാസിനെ കുറിച്ച് കേൾക്കത്തില്ല. ഇന്നലെയും 80 പേരെ ഇസ്രയേൽ ഗാസയിൽ കൊന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തെമ്പാടുമുള്ള വാർത്താമാധ്യമങ്ങൾ പറയുന്നത് ഹമാസ് വല്ലാതെ ക്ഷീണിക്കുന്നു. കേന്ദ്ര നേതൃത്വം പോയി. ഇറാൻ ക്ഷീണിച്ചതുകൂടി ആയുധവും പണവും വരുന്നില്ല. വല്ലാതെ ക്ഷീണിക്കുന്ന ഹമാസിന് വലിയ ഭീഷണിയായിട്ട് ഇസ്രയേൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ചില ഗോത്ര നേതാക്കന്മാർ ഹമാസുകാരെ കണ്ടാൽ വെടിവെക്കാൻ വരുന്നു. യാസർ അബു ഷബാബ് അവർ ആയുധധാരികളാണ്. ഇസ്രയേൽ തോക്ക് കൊടുക്കുന്നു, ബോംബ് കൊടുക്കുന്നു. ഇവർ റഫേൽ ഇരുന്ന് ഇവർ ഹമാസിനെതിരെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഹമാസ് വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത്. ഹമാസ് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹമാസിന് ഇപ്പോൾ 2 ശത്രുക്കളെ ഒരേ സമയം നേരിടണം, അകത്തുനിന്നും പുറത്തുനിന്നും. ഒന്ന് ഇസ്രായേൽ, 2 ഈ സെൻറ്റർ കനോട്ട് ഹോൾഡ് തിങ്സ് വിൽ ഫാൾ അപ്പാർട്ട് എന്ന് WB യേറ്റ്സ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് പോലെ കേന്ദ്രീകൃതമായ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് ഹമാസിൻ്റെ സൈന്യം ചെതറിപ്പോയി. കേന്ദ്രീകൃതമായ ഒരു ശക്തിയില്ല, ആ സൈന്യം ചെതറിപ്പോയി. സൈന്യം ചെതറിപ്പോയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിവിധ ഗോത്രങ്ങളല്ല, കുലങ്ങളുണ്ട് അതിനകത്തുള്ള. അതെ അതെ, ഓരോ ഗോത്രത്തിലെയും കുലങ്ങളുണ്ട്. ഗോത്രം കുറേ കൂടി വലുതാണ്, കുലം കുറേ കൂടി ചെറുതാണ്. ഓരോ കുലം അധിപന്മാരും സ്വന്തം നിലക്ക് ആയുധമെടുത്തിട്ട് സമരത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. എല്ലാവരും എസ് ഐമാരായി, എല്ലാവരും തോക്കും ആയുധം എടുത്തിട്ട് നടക്കുകയാണ്. അല്ല, അതിൽ ചിലർ ഹമാസിനെതിരാണ് ഇപ്പോൾ. അല്ല, അവർ പറയട്ടെ, ഈ കുല നേതാക്കളെല്ലാം ഹമാസിനെതിരാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ഒരു കാരണവുമില്ലാത്ത പ്രവർത്തികളിലൂടെ അവരുടെ ജീവിതം ദുരന്തപൂർണമാക്കി എന്നാണ് അവരുടെ ആരോപണം. അല്ല, നമ്മൾ ഓർക്കുന്നില്ലേ സാർ, ഇടയ്ക്ക് അവിടെ ഗാസയിൽ പ്രകടനം നടന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെയൊക്കെ അനന്തര ഫലവും കൂടിയാണിത്. പിന്നെ ഇത് ഇറാനായിരുന്നു ഇവരുടെ ശക്തി കേന്ദ്രം, ശക്തി സ്രോതസ്. ഇറാൻ പണം കൊടുത്തിരുന്നു, ആയുധം കൊടുത്തിരുന്നു. ആ ഇറാൻ തന്നെ ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഫുട്ബോർഡിലാണ് നിൽക്കുന്നത്. അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധം ഇറാൻ വളരെ ശോഷിച്ചു പോയി. ഒന്ന്, ഇറാൻ ധാർമ്മികമായി തകർന്നുപോയി. ആ ധാർമ്മികമായ തകർച്ച എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇപ്പം ഖമനേയി എന്ന് പറയുന്ന അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയവും സൈനികവും ഭരണപരവുമായ നേതാവ് ട്രംപിൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന ഒരു ഇംപ്രഷൻ ഇറാനിൽ പരന്നിട്ടുണ്ട്. ട്രംപിൻ്റെ പ്രാണഭിക്ഷ കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണെന്നാണ് പറയുന്നത്. ട്രംപാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ്, കാരണം ഇവ മഹാചറ്റയാണ്, കാരണം നന്ദിയില്ലാത്തവനാണ്, എൻ്റെ ദയാവായ്പ കൊണ്ട് മാത്രം ജീവിച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു നന്ദിയും ഇല്ലാത്ത ഒരാളാണ് എന്നാണ്. എവിടെയാണ് ഒളിച്ചിരുന്നത് എനിക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറിയാമായിരുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊല്ലാതിരുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലേണ്ടതായിരുന്നു. മാത്രമല്ല, ഏറ്റവും നിന്ദ്യവും ഭീകരവുമായ മരണമാണ് ഇയാൾക്ക് കിട്ടാൻ പോയിരുന്നത്. അതെ 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 അതെ, അതാണ് ഞാൻ ഒഴിവാക്കിയത്. അത് ഒഴിവാക്കി ഞാൻ കൊടുത്താണെന്ന് ട്രംപ് പറയുന്നുണ്ട്. അത് ശരിയുമാണ്. കാരണം സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്തിരുന്നു, ഇയാളെ കൊല്ലുകയും ചെയ്യാമായിരുന്നു. പക്ഷേ പിന്നെ അതിനകത്ത് വേറൊരു ഡിപ്ലോമസിയും കൂടി ഉണ്ടായിരുന്നു. ട്രംപ് പറയുന്നതിൽ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോയിക്കഴിഞ്ഞാൽ ഇറാൻ ചെതറിപ്പോവും. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടാതിരിക്കും. അമേരിക്കക്ക് അതിനകത്ത് ഓയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതെ അതെ, തീർച്ചയായും. എണ്ണയിൽ വലിയ താല്പര്യമുണ്ട്. ഇറാൻ്റെ റിസോഴ്സിൽ ഇതിനിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ്റെ റിസോഴ്സിൽ ഒരു വലിയ ഭാഗം, എണ്ണ റിസോഴ്സിൽ വലിയ ഭാഗം അമേരിക്ക എടുക്കും. ഓയിൽ ആൻഡ് ഗ്യാസ് അത് അമേരിക്ക എടുക്കും. അതാണിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന, ഇറാനിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളിൽ ഒന്ന്. അതിപ്പോൾ വരില്ല, കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. കാരണം ഇത് പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണമല്ല. ഖമനൈക്ക് പുറത്തേക്ക് വന്നല്ലോ. പക്ഷെ ഖമനൈ പുറത്തേക്ക് വരുമ്പോഴും പ്രശ്നമുണ്ട്. കാരണം ഈ നാണം കെട്ട് ഒരുപാട് പേര് മരിച്ചിട്ട്, ഒട്ടനവധി പേര്, 1ാം നിലയിലും 2ാം നിലയിലും നിൽക്കുന്ന ഒരുപാട് നേതാക്കളെ കൊലക്ക് കൊടുത്തതിന് ശേഷം സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുമായി ട്രൂസ് ഉണ്ടാക്കി എന്നൊരാരോപണം ഇറാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഖമനൈക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ വരാനും പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ ചരമ ശുശ്രൂഷയിൽ ഇയാൾ പങ്കെടുത്തില്ല. അയാൾ പങ്കെടുക്കേണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ഹമാസ്
ഏതാണ്ട് ചെതറിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെതറിത്തെറിക്കുന്ന ഹമാസിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലും ഞങ്ങൾ കീഴടങ്ങില്ല എന്നാണ്. അല്ല, ഇസ്രയേൽ പറയുന്നത് ഇതിനോടകം ഞങ്ങൾ ഏതാണ്ട് 20,000-ഓളം ഹമാസ് ഭടന്മാരെ കൊന്നു എന്നാണ്. 50,000 പുതിയ അല്ല, ആകെ മരിച്ചത് 50,000. 50,000. ഹമാസിന്റെ 20,000. അവരുടെ എന്ന് മാത്രമല്ല വേറൊന്നുണ്ട്. ഈ അവർ പറഞ്ഞ് ഞങ്ങൾ വെടിനിർത്താൻ ചർച്ച വേണമെന്നേ ഇപ്പൊ ഹമാസിന് ആവശ്യമുള്ളൂ. ബന്ദികളെ വേണേൽ വിട്ടുതരാം, ബന്ദികളെ ഉടനെ എല്ലാം കൂടി വിട്ടുതരാം, പിന്നെ പ്രിസനേഴ്സിനെ മുഴുവനും ഒന്നടങ്കം വിട്ടുതരാം. പക്ഷെ ഞങ്ങളുമായിട്ടൊരു ചർച്ച ചെയ്ത് ഒരു ഓണറബിൾ എക്സിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സംഘടനത്തെ നിർത്താൻ പറ്റൂ. അവരുടെ വക്താവ് സാമി അബു സുഹറിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് അയാൾ പറഞ്ഞു അത് ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങളത് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക അതിന് കൂട്ടുനിന്നിട്ടില്ല. അതാണ് അത് നടക്കാതെ പോകുന്നതിൻ്റെ. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സുവർണാവസരം ഉപയോഗിച്ചിട്ട് ഹമാസിനെ ഇല്ലാതെയാക്കുന്നതോടൊപ്പം ഹമാസ് കൈയടക്കി വച്ചിരുന്ന പ്രദേശങ്ങളെ ഇവരിൽ ഈ ഇസ്രായേലിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി അവരുടെ വിശാല ഇസ്രായേൽ എന്നുള്ള വിശാല ഇസ്രായേൽ എന്നുള്ളൊരു ദൗത്യത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരിക്കലും അതിന് തയ്യാറായില്ല. അല്ല, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ സൈന്യം ശോഷിച്ചു ഇവരുടെ. മാത്രമല്ല, തൊഴിൽ രഹിതരും ആരോഗ്യം വേണ്ടത്ര ഇല്ലാത്തവരും അച്ചടക്കമില്ലാത്തവരുമായവരെയാണ് ഇപ്പോൾ സൈന്യത്തിൽ എടുത്തുകൊണ്ടിരിക്കണം. അത് തന്നെ സൈന്യത്തിൻ്റെ മുറയിൽ തകർന്നു. അതെ, ക്വാളിറ്റി പോയി മുറയിൽ തകർന്നിരിക്കുകയാണ്. മാത്രമല്ല സാർ, ഇവർ ഇപ്പോൾ ഞാൻ ഇസ്രായേലിൻ്റെ IDF-ന്റെ ഒരു ഡോക്യുമെൻ്റ് കണ്ടു. അതിൽ പറയുന്നത് ഗാസയിൽ 100 കണക്കിന് മൈൽ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ അടച്ചു. അത് മുഴുവൻ കോൺക്രീറ്റ് ഒഴുക്കി അടച്ചു. ഒളിയിടങ്ങൾ കുറഞ്ഞു. ഒളിയിടങ്ങളില്ല. ഇനി അവർക്ക് ആ ടണൽ രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ്രായേൽ നോക്കി നിൽക്കുകയാണ്. അത് ആ പ്രദേശം മുഴുവൻ ഇപ്പം ഇസ്രായേലിൻ്റെ അധീനതയിലായി എന്നുള്ളതും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കേണ്ടത് പലസ്തീൻ കോസ് എന്തായി എന്നുള്ളതാണ്. ഇപ്പം പലസ്തീൻ കോസിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അല്ല, ഇത് ലോകത്തിലെ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സൗദി അറേബ്യയാണ്. സൗദിയിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് എന്ത് പലസ്തീൻ, ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വളരെ റാഡിക്കലായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ റാപ്പിഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി വിട്ടു, പിന്നെ സൗദി വിട്ടു. അല്ല, ഇവര് ഇപ്പം ഈ പലസ്തീൻ എന്ന കാര്യം ഇത് ഇറാൻ വരുന്നു, ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം വരുന്നു, ഈ ഹമാസും ഹൂതീസിനെ ശരിപ്പെടുത്തുന്നു, ഹമാസുമായിട്ടുള്ള പ്രശ്നം വരുന്നു, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു. ഇതിനിടയിൽ ഈ യുദ്ധം തുടങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? പലസ്തീന് വേണ്ടിയിട്ടായിരുന്നു. ആ പലസ്തീനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞു. ആകെ ഇപ്പോൾ പലസ്തീനെ കുറിച്ച് പറയുന്നവർ കുറച്ച് ജീവിച്ചിരിക്കുന്ന സ്ഥലം കേരളമല്ല, ഇന്ത്യയിലുമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി പലസ്തീൻ ഇടക്കിടക്ക് പറയുന്നുണ്ട്. എൻ്റെ മുത്തശ്ശിയായിരുന്നു പലസ്തീന് വേണ്ടി പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത്. അയാളുടെ മുത്തശ്ശിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ശരി. അത് അയാളുടെ മുത്തശ്ശിയായി പോയത് വേറൊരു കാര്യമാണ്. ഇതാണ് ഈ പ്രശ്നമേ. ഇവർക്കൊക്കെ ഇപ്പോഴും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അന്നൊരു തീരുമാനം എടുത്ത് നടപ്പാക്കിയതാണ്. ആ നടപ്പാക്കാനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലസ്തീനെതിരെ നിന്നിരുന്ന അമേരിക്കയാണ്. അമേരിക്കയുമായിട്ട് ഇന്ദിരാഗാന്ധി ഡെഡ് അഗൻസ്റ്റ് ആയിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് അമേരിക്കയുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ അത്ര സോവിയറ്റ് യൂണിയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ടാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അടിയന്തരാവസ്ഥയിൽ ഏകകക്ഷി ഭരണത്തെക്കുറിച്ച് ആലോചിച്ചതും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. PLOയ്ക്ക് വലിയ സപ്പോർട്ടായിരുന്നു USSR. ഇല്ല എന്ന് മാത്രവുമല്ല, ഈ ഇതിൽ 2 വാക്കുകൾ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തില്ലേ? സോഷ്യലിസം സെക്കുലറിസവും. 1942 പാർലമെന്റ് സസ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത് 76 എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ അധികാരവും ഒറ്റ ആളിൽ ഇരുന്ന ആ സമയത്ത് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതിൽ എൻ്റെ അർത്ഥം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പാർലമെന്റ് ഇല്ലാതെയായി മന്ത്രിസഭ ഇല്ലാതെയായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറയുന്നത് രാഷ്ട്രപതി അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രപതി അതിന് തയ്യാറായിരുന്നു. എന്ത് വേണം എന്ന് അക്കാലത്ത് അബുവിൻ്റെ ഒരു കാർട്ടൂൺ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അബുവിൻ്റെ ഒരു കാർട്ടൂൺ ഇയാൾ ബാത്ത് ടബിൽ കിടക്കുകയാണ്, എനി മോർ ഓർഡിനൻസസ് എന്ന് ചോദിക്കുകയാണ്.
ഒപ്പിടാനായിട്ടേ, വെള്ളത്തിൽ കിടന്നുകൊണ്ട്, വെള്ളത്തിൽ കിടന്നു. അകത്തും പുറത്തും വെള്ളം എന്ന് പറഞ്ഞ പോലെ. അതെ, അയാൾ അങ്ങനെ കിടന്നുകൊണ്ട് ചോദിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കാർട്ടൂൺ അബു വരച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനി മോർ ഓർഡിനൻസസ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും, ഞാൻ ഇപ്പം തന്നെ ഒപ്പിട്ട് തരാം. അതെ, ആ രീതിയിൽ ആ കാലത്ത് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത് റഷ്യയുടെ താല്പര്യം കൊണ്ടാണ്. റഷ്യയുടെ താല്പര്യം കൊണ്ടാണ്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ താല്പര്യം കൊണ്ടാണ്. അത് നമ്മൾ വേറൊരു ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. കാരണം ഇത് എങ്ങനെ വന്നു എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ അത് സോവിയറ്റ് യൂണിയൻ്റെ താല്പര്യം കൊണ്ടും സോവിയറ്റ് യൂണിയൻ പറഞ്ഞിട്ടാണ്. അത്രയേറെ സോവിയറ്റ് യൂണിയനുമായിട്ടൊരു നമ്മളുടെ ഒരു വലിയ അക്കാലത്ത് വലിയ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനിലെ ചേരിചേരാ രാഷ്ട്ര സമ്മേളനം എന്നും പറഞ്ഞാണ് വന്നത്. നമ്മൾ നോൺ അലയൻ മൂവ്മെൻ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് പക്ഷത്തും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ സോവിയറ്റ് പക്ഷത്ത് നമ്മൾ ചേർന്ന് അതിൽ അന്നത്തെ ഒരു ഡിപ്ലോമാറ്റിക് അവസ്ഥയിൽ അത് തെറ്റോ ശരിയോ എന്ന് നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ ഇത് പിടിച്ചിട്ടാണ് അന്ന് അമേരിക്കൻ വിരുദ്ധമായതുകൊണ്ട് സോവിയറ്റ് യൂണിയനെയും കൂടി താല്പര്യം വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് പലസ്തീന അംഗീകരിച്ച രാജ്യം ഇന്ത്യയാണ്. എന്ന് മാത്രമല്ല യസാർ അറാഫത്തും ഇന്ദിരാഗാന്ധിയും കൂടി ഇങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ അന്ന് വലിയ ഇതായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള വന്ന ആ പാലസ്തീൻ കോസിപ്പ ഇല്ല. അപ്പോൾ യുദ്ധം തുടങ്ങിയത് പലസ്തീന് വേണ്ടി, പലസ്തീൻ്റെ പരമാധികാരം നിലനിർത്താൻ വേണ്ടി. യുദ്ധം അവസാനിക്കേണ്ട സന്ദർഭത്തിൽ പലസ്തീൻ ചിത്രത്തിലില്ല, അതാരും പറയുന്നില്ല. യുദ്ധം അവസാനിക്കുന്നത് ഹമാസ് ഭീകരർക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഹമാസ് ഭീകരർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും അവർക്ക് വേണ്ടിയിട്ട് ചില ഇളവുകൾ കൊടുക്കുകയും വേണം എന്നാണ് ഇപ്പം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഉപാധി. സാമി അബു സുഹറി അതാണ് പറയുന്നത്. അത്രയും മതി ഞങ്ങൾക്കെന്നാണ്. കാരണം ഇല്ലെങ്കിൽ കൊല്ലരുത് ചേട്ടാ, അത്രയേ ഉള്ളൂ. അല്ല, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുലാധിപന്മാരുണ്ടല്ലോ, ഈ കുലാധിപന്മാർ മുഴുവനും ഇവർക്കെതിരായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അവിടെ നിൽക്കാനേ പറ്റില്ല. അതെ, അവർക്ക് അവിടുത്തെ സകല ഊടുവഴികളും എല്ലാം അറിയാവുന്ന അല്ല, ലോക്കൽ സപ്പോർട്ടിലാണ്. ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെയാകുകയാണ് ഇവർക്ക്. അപ്പം ചുരുക്കത്തിൽ ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമായിരുന്നു. ഇസ്രായേൽ പാലസ്തീൻ ഇപ്പോൾ പലസ്തീനെക്കുറിച്ച് ലോകത്തിലുള്ള ഒരു രാജ്യവും, ഇറാൻ സംസാരിക്കുന്നില്ല, ഇസ്ലാമിക രാജ്യങ്ങൾ സംസാരിക്കുന്നില്ല, അമേരിക്ക സംസാരിക്കുന്നില്ല, സോവിയറ്റ് യൂണിയൻ സംസാരിക്കുന്നില്ല, റഷ്യ സംസാരിക്കുന്നില്ല, ഒരാൾ സംസാരിക്കുന്നില്ല. ആകെ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്ന കാരണം കെ സി വേണുഗോപാൽ പറയുന്ന കാരണം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലാതെ പിന്നെ ഇവിടുത്തെ സുഡാപ്പികളും അല്ലാതെ വേറെ ആർക്കും ഇപ്പൊ താല്പര്യമില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പോലും ആരും അന്വേഷിക്കുന്നില്ല. ഈ യുദ്ധത്തിന് അങ്ങനെ ചില ഗതിവിഗതികൾ വന്നു ചേരും എന്നുകൂടി ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.